നിങ്ങൾ വില കുറച്ച് വാങ്ങുന്ന വെളിച്ചെണ്ണയിൽ മൊത്തം വിഷമാണ്. കേരളത്തിലാണെങ്കിൽ പന്നി വേസ്റ്റ് കഴിക്കുന്നതുകൊണ്ടുള്ള മലയാളികൾ കഴിക്കും. എന്നിട്ട് പറയും കേരള സാർ 100% ലിറ്ററസി സാർ. വെളിച്ചെണ്ണയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് ഞാനൊരു വീഡിയോ ഉണ്ട്. ഷംനാഥ് നാവായിക്കുളം എന്ന് പറഞ്ഞൊരു പ്രൊഫൈലിനകത്താണ് ഞാൻ വീഡിയോ കണ്ടത്. പുള്ളിക്കാരൻ മറ്റൊരു സ്റ്റേറ്റിലാണ്. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന കൊപ്രയുടെ ഒരു കണ്ടീഷനാണ് പുള്ളിക്കാരൻ കാണിച്ചു തരുന്നത്. ഇതൊക്കെ ഭയങ്കര മോശപ്പെട്ട കൊപ്രയാണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് വില കുറഞ്ഞ രീതിയിൽ വെളിച്ചെണ്ണ നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പ്രബുദ്ധ മലയാളികൾ കഴിക്കുന്നത്. ഈ പ്രബുദ്ധ മലയാളി എന്നൊക്കെ പറയാൻ നേരത്തെ ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സർദാർജിയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നോർത്ത് ഇന്ത്യക്കാരെയൊക്കെ അതും ഇതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. നമുക്ക് ഭയങ്കര വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് പക്ക വേസ്റ്റാണ്. പന്നിക്ക് കൊടുക്കുന്ന പോലെ വേസ്റ്റ് കഴിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിൽ മലയാളികൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എന്ത് കച്ചറ എടുത്ത് ഇങ്ങോട്ടിട്ട് തന്നാലും നമ്മൾ കഴിക്കുക. അതല്ലാതെ വേറൊരു മാർഗവും നമ്മുടെ സർട്ടിഫിക്കറ്റ് വീട്ടിലുണ്ടെങ്കിലും മലയാളികൾക്കില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്ത മലയാളികൾ ആരുമില്ലല്ലോ. ഇവർ ഇപ്പം വലിയ വലിയ ജോലിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും സാധാരണക്കാരായാലും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണം. അപ്പം ഇതിനകത്ത് ക്വാളിറ്റി ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ആ സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വലിയ ഡയലോഗ് അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഞങ്ങൾ ബീഫ് കഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോർത്ത് ഇന്ത്യക്കാരെയൊക്കെ കളിയാക്കുന്നുണ്ട്. ഈ ലിറ്ററസിയും ബീഫും തമ്മിലുള്ള കാര്യമൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. പോട്ടെ, ഇനി അവർ തിരിച്ചൊരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം അങ്ങോട്ട് സപ്ലൈ ചെയ്തില്ലേ, നിങ്ങൾക്ക് പട്ടിണി തട്ടിപ്പോവില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീരെയുള്ള കേസേ ഉള്ളൂ മലയാളികൾ. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് പച്ചക്കറി വന്നില്ലെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് വന്നില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ നമുക്ക് അരി വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പട്ടിണി കിടന്ന് ഇല്ലാതായി പോകുന്ന ഒരു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ കേരളം. നമ്മൾ വലിയ ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സാധാരണ വരും, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ കേരളത്തിൽ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ആൾക്കാരെ ആക്ഷേപിക്കുന്നതിനോട് നമ്മൾ ആലോചിക്കണം. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് സാധനം വന്നില്ല, നമ്മൾ പട്ടിണി കിടന്ന് ഇവിടെ തട്ടിപ്പോകുന്ന കാര്യമുള്ളൂ മലയാളി എന്നൊക്കെ പറയാം. അത്ര വലിയ സംഭവമായിട്ടൊന്നും നമ്മൾ പലയിടത്തും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുത്തെ യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടോയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ഏജൻസികളുടെ പ്രവർത്തനം ഭയങ്കര മോശമാണ്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കേരളത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കണ്ട ചപ്പും ചവറും എല്ലാം റോഡിലിട്ട് ആൾക്കാർ വിൽക്കാറുണ്ട്. അത് മലയാളികൾ മേടിച്ച് കഴിക്കാറുമുണ്ട്. കളറായിട്ടുള്ള ഗംഭീര കളറൊക്കെ ചേർത്ത് ഒരു പരിമിതിക്കപ്പുറമുള്ള കളറുമൊക്കെ ചേർത്താണ് മലയാളികൾ ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓയിലുമായി ബന്ധപ്പെട്ട് നോക്കുക, നമ്മുടെ നാട്ടിലെല്ലാം ഈ തട്ടുകടകളും അതുപോലെ ചെറിയ ചെറിയ 5 രൂപ കടിക്കടകളും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്? നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഇവർക്ക് എന്തെങ്കിലും 5 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവരെന്ത് ഓയിലായിരിക്കും യൂസ് ചെയ്യുന്നത്? ഇതിന് ഇൻസ്പെക്ഷൻ എവിടെയെങ്കിലും നടക്കാറുണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ കുട്ടികൾ ഉൾപ്പെടെയാണെന്നറിയോ ഷവർമ കേസൊക്കെ കഴിച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ ഓരോ ഹോട്ടലിലൊക്കെ കയറിയിട്ട് എന്ത് നടത്തും? കുറച്ച് റെയ്ഡൊക്കെ നടത്തും. പഴകിയ ഭക്ഷണം കിട്ടുന്നവർക്ക് ഈ പഴകിയ ഭക്ഷണം ഇപ്പോൾ നോക്കിയാലും കിട്ടും, പഴകിയ ഭക്ഷണം കിട്ടും. അതൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഒരു പ്രദർശനം കാണിക്കും, പിന്നെ ഇത് നിർത്തലാക്കും. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ നാട്ടിലേക്ക് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വരുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി കൃത്യമായ രീതിയിൽ നമ്മുടെ ഏജൻസികൾ അത് കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മലയാളികൾക്ക് വലിയ രീതിയിൽ വിഷമില്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഏജൻസികളൊന്നും ഇത് ചെയ്യൂല എന്നുള്ളതാണ്. അല്ലേ, നമ്മുടെ ഏജൻസി ചെയ്യേണ്ടതല്ലേ നമ്മുടെ ഫുഡ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം ആരാണ് നോക്കേണ്ടത്? നമ്മുടെ ഏജൻസികളാണ് നോക്കേണ്ടത്. ഇത് നോക്കാറില്ല. നമ്മുടെ ഹോട്ടലുകൾ ഏത് ടൈപ്പ് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, ഏതെല്ലാം ടൈപ്പ് പൗഡേഴ്സാണ് യൂസ് ചെയ്യുന്നത്, എന്തെല്ലാം മായങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത് എന്ന് പലപ്പോഴും നമുക്കറിയില്ല. ആരുടെയും ജീവൻ നഷ്ടപ്പെടുമ്പോഴായിരിക്കും 2-3 ദിവസം ഇവരൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ വലിയ സാക്ഷരതയൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. കുടിവെള്ളം പോലും നല്ല രീതിയിൽ കിട്ടാത്തൊരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ ഈ വലിയ ഡയലോഗ് അടിക്കൊന്നും പോട്ട കാര്യമൊന്നുമില്ല. മലയാളികൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സത്യത്തിൽ നമ്മൾ മണ്ടന്മാരാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കേരള ആടാ അതാടാ ഇതാടാ നമ്പർ 1 ആടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ക്വാളിറ്റി ഉണ്ട്? നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് മേടിക്കുന്ന പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്താ? ഏതെല്ലാം തരത്തിലെ മെറ്റീരിയൽ അല്ലെങ്കിൽ കെമിക്കൽസാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, അവർ യൂസ് ചെയ്ത് വിട്ടിരിക്കുന്നത് എന്ന് പോലും ചെക്ക് ചെയ്യാനുള്ള ലാബ് എത്ര എണ്ണം ഉണ്ട് നമ്മുടെ നാട്ടിൽ? ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മളിതുപോലെ തന്നെ നമ്മൾ ഹോട്ടൽ ഫുഡൊന്നും നമുക്ക് ഭാവിയിലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ പല യൂറോപ്യൻ രാജ്യങ്ങളായാലും മറ്റ് അറബ് രാജ്യങ്ങളിലുമൊക്കെ ചില സ്ഥലത്തൊക്കെ നമുക്കറിയാവുന്നതാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് അവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല? കഴിവില്ല, മലയാളികൾക്ക് കഴിവില്ല. നമുക്കിപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനം കൊണ്ടുവരാതിരിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിലെല്ലാം അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളും
മുമ്പോട്ട് വന്നു. അവർക്ക് അവിടെ കൃഷിയൊന്നുമില്ല, മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് അവരെത്തിക്കുന്നത്. പക്ഷെ അവർക്ക് കിട്ടുമ്പോൾ അത് ഫസ്റ്റ് ക്വാളിറ്റി സാധനമായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ പന്നി വേസ്റ്റ് കഴിക്കുന്നതുകൊണ്ടുള്ള മലയാളികൾ കഴിക്കും. എന്നിട്ട് പറയും കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറയും. ഇതുപോലെയുള്ള വില കുറച്ച് കിട്ടുന്ന പല സാധനങ്ങളും സാധാരണക്കാർ വാങ്ങി കഴിക്കുന്നതാണ്. ഈ ഹോട്ടലുകളിലുമൊക്കെ ഈ ചായക്കും കടിക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഇതുപോലുള്ള കെമിക്കൽസാണ്. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ് തേയിലയ്ക്കകത്ത് കെമിക്കൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതുപോലുള്ള മാരക കെമിക്കൽസാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ടന്മാരായിട്ടുള്ള മലയാളികൾ നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട ഭക്ഷണം പോലും കെമിക്കലാണ്. അങ്ങനെ ഒരു നാട്ടിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും നമ്മുടെ വാചകം അടിക്കും ജാടയ്ക്കും ഒരു കുറവില്ല എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? 100% സാക്ഷരത ഉണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ഇതൊന്നും അല്ല ഫുള്ള് സാക്ഷരത എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ബേസിക്കായിട്ട് നല്ല ഭക്ഷണം കിട്ടാത്ത മനുഷ്യർ പിന്നെ സാക്ഷരതയുടെ പേരിലൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ കഴിക്കുന്നതെല്ലാം കെമിക്കൽ ചേർന്ന ഭക്ഷണമാണ്. പിന്നെ എന്ത് സാക്ഷരത?